ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആസ് യൂഷ്വൽ ലാലേട്ടൻ വന്ന് കസറി വീട്ടിലുണ്ട്. ഈ സീസൺ 7 പുള്ളി ഇത് സ്ഥിരമായിട്ട് തന്നെ പൊരിക്കേണ്ട ആൾക്കാരെ പൊരിച്ച് അടുക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നെവിൻ്റെ ദിവസമായിരുന്നു. നെവിൻ ഫ്രൈ ലാലേട്ടൻ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനേ എപ്പിസോഡ് റിവ്യൂവിനെ പറ്റി അല്ലെങ്കിൽ എപ്പിസോഡിനെ പറ്റി ഡീറ്റെയിൽഡ് സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നെവിനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നു. അതിൽ അനുമോൾ നെവിൻ ഇഷ്യൂ വരുന്നുണ്ട്, ഷാനവാസ് നെവിൻ ഇഷ്യൂ വരുന്നുണ്ട്. ഈ ഷാനവാസിനെ പറ്റി ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആദില, നൂറ, അനുമോൾ അവർ ഭയങ്കരമായിട്ട് അന്നത്തെ ദിവസത്തെ പറ്റി വാദോരാതെ സംസാരിച്ചു. ഷാനവാസിന്റെ ഇഷ്യൂവിനെ പറ്റി സംസാരിച്ചു. ആര്യൻ അക്ബർ ചെയ്ത ആ ഒരു മോശം പ്രവൃത്തി അല്ലെങ്കിൽ നെവിൻ ഉൾപ്പെടെ ചെയ്ത ആൾക്കാർ ഡ്രാമയാണെന്ന് പറഞ്ഞതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ആദില കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനുമോള് അക്ബറാണ് ഇതിന്റെ കാരണക്കാരൻ, മറ്റേതാണ് മറിച്ചതാണ്, ഷാനവാസിക്കൊക്കെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഫൈൻ. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഷാനവാസ് ഇപ്പൊ ഹൗസിൽ ഇല്ലല്ലോ, അവിടെ ഇല്ല. എന്തായാലും അയാൾ ഹോസ്പിറ്റലാണ് പോയവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഷാനവാസിന് എങ്ങനെയുണ്ട് ലാലേട്ടാ, പുള്ളി ഇപ്പോൾ ഓക്കെ ആണോ എന്നൊരു ചോദ്യം ആകപ്പാട് ചോദിച്ചത് അനീഷ് മാത്രമാണ്. ഓക്കെ, 8 പേര് അതിനകത്ത് കിടപ്പുണ്ട്. ഈ 8 പേരിൽ ഒരാൾ മാത്രമാണ് ഷാനവാസിന് എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം ചോദിച്ചത്. ദാറ്റ് മീൻസ് 7 പേരും അവിടെ കാണിക്കുന്നത് വെറും കോണ്ടന്റ് ഡ്രാമ മാത്രമാണ്. അനുമോൾ ആയിക്കോട്ടെ, ആദിലായിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ഇവിടെ കിടന്ന് കാണിക്കുന്ന ഈ പ്രഹസനങ്ങളെല്ലാം തന്നെ അത് ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറെയാണ് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, എന്നെ ചീത്ത വിളിക്കുക എന്തെങ്കിലും ചെയ്യാം. ഒരാൾക്ക് വയ്യാണ്ടായി, ഓക്കെ, ആ സമയത്ത് അക്ബറും ആര്യനും നെവിനും ഒക്കെ അയാൾ കാണിക്കുന്ന ഡ്രാമയാണെന്ന് പറഞ്ഞത് തെമ്മടുത്തരമാണ്. ഇന്ന് അവർ സോറി പറയുകയും ചെയ്തു. ഓക്കെ ഫൈൻ, അത് അവർക്ക് തോന്നിയതാവാം, ചിലപ്പോൾ ആ മൊമെന്റിൽ തോന്നിയതായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അതിനെ നമുക്ക് കംപ്ലീറ്റ് അത് അവർക്ക് അതിനകത്തായിരിക്കുമ്പോൾ അവർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ശരി, നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞെങ്കിൽ വിട്ടു. പക്ഷേ ലാലേട്ടൻ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിരുന്നോ? 8 മിനിറ്റ് ഷാനവാസിനവിടെ വയ്യാണ്ട് അയാൾ അവിടെ കിടത്തി. കൺഫെഷൻ റൂമിലേക്ക് ആരും കൊണ്ടുപോയിട്ടില്ല. 4 തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട്. അന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, അനീഷ് മാത്രമാണെന്ന് മാന്യമായിട്ട് സംസാരിച്ചത്. ബാക്കി എല്ലാത്തിനും ആ സമയത്ത് കോണ്ടന്റ് മേക്ക് ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആര്യനും അക്ബറും നെവിനും ഇത് ഡ്രാമയാണെന്ന് വിളിച്ചു പറഞ്ഞു. അത് അവർ കാണിച്ച മണ്ടത്തരം അല്ലെങ്കിൽ അവർ കാണിച്ച തെമ്മാടിത്തരം. ഇനി വിളിച്ചു പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമയത്തും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ധൃതി കാണിച്ച ആൾക്കാർ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർ. ഇവിടെ അനുമോള് നിങ്ങൾ ചോദിക്കുക, അനുമോളുടെ ഏതെങ്കിലും വേണ്ടപ്പെട്ട ഒരാൾക്കാണ്, അനുമോളുടെ വീട്ടിലുള്ള ഒരാൾക്ക്, അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് വയ്യാണ്ട് വന്നെങ്കിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അയാളായിട്ട് വഴക്കിടാനും തട്ടിമറ്റാനൊക്കെ പോവോ? ആദില നൂറ പോവോ? ആരും പോകില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദില നൂറ ഉണ്ടല്ലോ, അവരിപ്പോ കപ്പിൾസ് ആണ്. ആദിലയ്ക്കാണ് ഒരു ഹെൽത്ത് ഇഷ്യൂ വരുന്നെങ്കിൽ നൂറ് ആ സമയത്ത് വഴക്കിടാൻ നിൽക്കും, എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കൂ, അലർ വിളിച്ച് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കൂ, ഇതല്ലേ ചെയ്യുള്ളൂ. ഷാനവാസിന് 8 മിനിറ്റോടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അനീഷ് മാത്രമാണെന്ന് എണീക്ക് കൊണ്ടുപോകാം, വാ മെഡിക്കൽ റൂമിലേക്ക് പോകാൻ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, ഞാൻ അനീഷിനെ ന്യായീകരിക്കുന്നതല്ല. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് അല്ല, അനീഷ് ചെയ്ത് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്, അനീഷ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും കാണിച്ചത് ഡ്രാമ തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ആദിലയും നൂറയും അനുമോളൊക്കെ ഇത്രയും കടന്ന് സങ്കടപ്പെട്ട് ഇത്രയും വലിയ ഡയലോഗ് അടിക്കുകയാണല്ലോ? ലാലേട്ടൻ എനിക്ക് ചോദിച്ചു, ലാലേട്ടാ ഷാനവാസിന് എങ്ങനെയുണ്ട്, ഇക്ക തിരിച്ചു വരുമോ എന്നൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. അനീഷ് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവരൊക്കെ കാണിക്കുന്നതൊക്കെ വെറും നാടകം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമ്മളെ അതായത് പ്രേക്ഷകരെ പറ്റിക്കാനായിട്ടും വോട്ട് കിട്ടാനും സപ്പോർട്ട് കിട്ടാനും മാത്രം ഇവരവിടെ കാണിക്കുന്ന സ്നേഹവും സിമ്പതിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇനി പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും അങ്ങോട്ടും തിരിവായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ബിഗ് ബോസിനകത്ത് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഡ്രാമയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യണം, അത് എനിക്കറിയാം. ബിക്കോസ് എനിക്ക് അവിടെ ഒരു ഇഷ്യൂ പറ്റിയ ഒരാളാണ്, ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഒരാൾ സത്യസന്ധമായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അനീഷ് മാത്രമാണ് അവിടെ ഒരു മാന്യത. അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ കണ്ണീരൊഴുക്കിയ ആൾക്കാർക്ക്, ഇത്രയും വിളിച്ചു പറഞ്ഞ ആൾക്കാർക്ക് ലാലേട്ടനക്ക് ചോദിക്കാം, ലാലേട്ട ഷാനവാസിക്ക് തിരിച്ചു വരുമോ, അയാൾക്ക് എങ്ങനെയുണ്ട്, അയാളുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്താൽ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ. അനീഷ് ഇടയ്ക്ക് ചോദിച്ചു, വേറെ ആരും ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ കൊള്ളാം. അല്ലാണ്ട് ഈ പറയപ്പെടുന്ന സ്നേഹവും ഇഷ്ടവും സിമ്പതിയും മറ്റേതും മറച്ചതൊക്കെ ഈ ഹൗസ് മേറ്റ്സിൽ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റാണ്. ഷാനവാസിന് വയ്യണ്ടായ ഷാനവാസിന് പോയി, അത്രേ ഉള്ളൂ. അവർക്ക് വേറെ ആർക്കും ഒരു ഇഷ്യൂ ഇല്ല. ഇന്ന് നെവിൻ ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, ഈ ആദില നൂറ ഇത്രയും സങ്കടമാണെന്ന് പറയുന്നെങ്കിൽ ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയി മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചിരിച്ച് കളിച്ച് ആടി ചിരിക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഗെയിം വേറൊരു ടാസ്കിന്റെ ഭാഗമല്ലാത്ത വേറൊരു ഗെയിമും കളിച്ച് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തലക്കാത്ത അതൊന്നും വലിയ പ്രോബ്ലമേ അല്ല. ഈ പറയുന്ന സംഭവം അവിടെ ഇല്ല. ഏത്
അതായത് അയ്യോ ഞങ്ങളുടെ ഇക്ക പോയി, ഷാനവാസിക്ക പോയി, അനുമോള് പറയണം അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ, ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് അക്ബറാണ് ചെയ്തത്, ഇത് നെവിനാണ് ചെയ്തത്, ഇത് ആര്യനാണ് ചെയ്തത്. ലൈക്ക് ആ സാധനമില്ല. ഇവിടെ ആര്യനും നെവിനും അക്ബറും ചെയ്തത് തെറ്റ് തന്നെയാണ്, അവരൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനോടൊപ്പം ഈ എന്താ പറയണ്ടേ, ഇതിൻ്റെ ഇടക്ക് വന്നിട്ട് പുണ്യവന്മാരാക്കാൻ നോക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരത്ര എനിക്ക് അനീഷിനെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് പറഞ്ഞെന്ന് മാത്രം. ഇനി എപ്പിസോഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. കാരണം ഇത് പറയാണ്ട് നമുക്ക് എപ്പിസോഡിലേക്ക് പോകുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെവിനെ അടിക്കുകയാണ്. നെവിന് അത് കിട്ടേണ്ടത് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നെവിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ഭയങ്കരമായിട്ട് നെവിൻ ടാർഗറ്റ് ചെയ്ത് അനാവശ്യമായിട്ട് അനുമോളുടെ പുറകെ പോയി ഒരു കോണ്ടന്റ് മേക്ക് ചെയ്യാനായിട്ട് നോക്കി എന്നുള്ളതാണ്. അത് പല കാര്യങ്ങളായിരിക്കാം. നെവിനെ നോമിനേറ്റ് ചെയ്തതായിരിക്കാം വിഷയം. ഇനി നെവിൻ്റെ മനസ്സിൽ വേറെ അനുമോളെ പറ്റി കിടപ്പുണ്ടെന്ന് നമുക്കറിയില്ല. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും നെവിൻ ചെയ്തത് മണ്ടത്തരങ്ങൾ തന്നെയാണ്. കാരണം അനുമോക്ക് കിട്ടേണ്ട സപ്പോർട്ട് നെവിൻ കാരണം കുറേ കൂടി. ഓക്കെ, നെവിൻ ഒരു ഗുണം ഉണ്ടായതുമില്ല. നെവിൻ്റെ ഗ്രാഫ് ഇങ്ങനെ നിന്ന് ഗ്രാഫ് ഇങ്ങോട്ടും പോയി, അനുമോളുടെ ഇങ്ങനെ നിന്ന് ഗ്രാഫ് ഇങ്ങോട്ടും പോയി. ഇതാണ് സംഭവിച്ചത്. അനുമോൾ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടുകയും നെവിൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ കുറച്ചുകൂടെ വെറുക്കുകയും ചെയ്തു. നെവിൻ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നെവിൻ എല്ലാം, അതായത് ഇപ്പോൾ അനുമോൾ വളരെ ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട് അവിടെ. അനുമോൾക്ക് നന്നായിട്ടറിയാം നെവിൻ ഇത്രയും കാണിക്കുമ്പോഴത്തേക്കും അത് പ്രേക്ഷകർക്കിടയിൽ തനിക്കൊരു സിമ്പതി വർക്കൗട്ട് ആകുന്ന കാര്യമാണ്. അനുമോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, അനുമോൾ നൈസായിട്ട് പോയിട്ട് നെവിൻ്റെ അടുത്ത് ഒരു ചെറിയ മാന്ത് കൊടുക്കും. നെവിൻ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് പോകുന്ന അടി ബഹളവും കത്തിക്കലും മറ്റേതും മറച്ചതൊക്കെ ആയിട്ട് നെവിൻ അത് ഓവറാക്കി കുളമാക്കും. പലപ്പോഴും നെവിൻ ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് അനുമോൾക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. അനുമോൾ ഒരു ചെറിയ സാധനം എടുത്തിട്ട് കൊടുക്കും, നെവിൻ അത് വലുതാക്കി ഊതിപ്പെരിപ്പിക്കും. ഈ ഊതിപ്പെരിപ്പിക്കുന്നതാണ് പിന്നീട് ചർച്ചയാവുന്നത്. നമ്മൾ കാണുന്നതും ഈ ഊതിപ്പെരിപ്പിച്ച ആ നെവിൻ്റെ പ്രോബ്ലംസ് മാത്രമാണ്, നെവിൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ മാത്രമാണ് ഫോക്കസ്ഡ് ആവുന്നത്, അത് മാത്രമാണ് ചർച്ചയാകുന്നത്. അപ്പോൾ അനുമോൾക്ക് അവിടെ സപ്പോർട്ട് കിട്ടും. അത് അനുമോളുടെ ബുദ്ധിയാണ്, നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് അനുമോളുടെ ഗെയിമാണ്. അത് ബ്രില്യൻ്റ് ആയിട്ട് അനുമോൾ അവിടെ ചെയ്തിട്ടുണ്ട്. അനുമോൾക്ക് ടാസ്ക് വലുതായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. വെർബലി അനുമോൾ അത്ര സ്ട്രോങ് അല്ല. പക്ഷെ അനുമോൾക്ക് ഇതേപോലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കി പ്രേക്ഷകരുടെ സിമ്പതി കിട്ടാനായിട്ടുള്ള സാധനം വർക്കൗട്ട് ചെയ്യാനായിട്ട് അനുമോൾക്ക് അറിയാം. അത് അനുമോൾ ആ കാര്യത്തിൽ വിജയിച്ച ഒരാളാണ്. അനുമോൾ ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. ചില സാധനങ്ങൾ ഇപ്പോൾ അനുമോൾ ഒന്നെങ്കിൽ അനുമോൾ എന്ത് ചെയ്യും, ഈ കുൽസിതപരമായിട്ടുള്ള കോണ്ടന്റുകൾ ഇട്ട് കൊടുത്തിട്ട് അനുമോൾ അങ്ങ് മാറിക്കളയും, അല്ലെങ്കിൽ അനുമോൾ അതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചിട്ട് അങ്ങ് എസ്കേപ്പ് പിടിക്കും. ഇങ്ങനെയാണ് അനുമോൾ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത്. ഇത് അനുമോളുടെ ബ്രില്യൻസിയാണ്. കാരണം നെവിൻ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ നെവിൻ എന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നും നെവിനെ ഇത് നെഗറ്റീവ് ആക്കാനായിട്ടുള്ള പരിപാടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാണ് അനുമോൾ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനുമോളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്നല്ലാണ്ട് വേറെ ഒന്നും അതിനെപ്പറ്റി പറയാൻ വേണ്ടി പറ്റില്ല. ഈ പിന്നീട് നെവിൻ്റെ അടുത്ത് ഷാനവാസിൻ്റെയും അനുമോളുടെയും കാര്യം മാറി ലാലേട്ടൻ ചോദിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അനുമോൾ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇതെല്ലാം ജനങ്ങൾ കാണട്ടെ എന്ന് ഈ ഒരു നമ്മൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോഴത്തേക്ക്, അതായത് വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ജനങ്ങൾ കാണട്ടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, അനുമോൾക്കറിയാം ഇത് ജനങ്ങൾ കാണുകയും ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ തനിക്ക് സപ്പോർട്ടായിട്ട് വരണം എന്നുള്ള അനുമോൾക്ക് അറിയാം. അനുമോൾ എന്ത് ചെയ്തു, അത് ബ്രില്യൻ്റ് ആയിട്ട് അനുമോൾ അത് കളിച്ചു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സീസണിലുള്ള ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കാണിക്കുന്ന സ്നേഹമൊക്കെ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണോട് എനിക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നാത്തതിൻ്റെ മെയിൻ റീസൺ ഇവർ കാണിക്കുന്ന സ്നേഹം പോലും സത്യസന്ധമാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം അനുമോൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അനുമോൾക്ക് പ്രോബ്ലം ഉള്ളപ്പോഴത്തേക്കും പോലും അതിലെ നൂറയൊന്നും ഇപ്പം വെള്ളം കോരി ഒഴിക്കുകയാണ്, ആ വെള്ളം കോരി ഒഴിക്കുമ്പോഴത്തേക്കും അതിനെ തടയാർക്കെങ്കിലും അല്ലേ, ആരും ചെയ്യുന്നില്ല. ആര്യനവിടെ അന്ന് കൈകൊട്ടിയ അന്ന് കൈകൊട്ടിയപ്പോഴത്തേക്ക് ആര്യൻ്റെ ഉദ്ദേശം എന്താണ്, അനുമോളോട് ചെയ്തപ്പോൾ ആര്യന് ഇഷ്ടപ്പെട്ടു, അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ആര്യന് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു. ആര്യൻ ഇന്ന് പറയുകയാണ് തെറ്റായി പോലാലേട്ടാ, അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞുകൂടെ, എടാ നീ കാണിച്ച് തെറ്റാണെന്ന് അന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് അക്ബർ മാത്രമാണ് പറഞ്ഞത് നീ ഈ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. അനീഷ് എന്ന് പറഞ്ഞു ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. വേറെ ആരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. സീതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമോ സിമ്പതിയോ, സിമ്പതി മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സൗഹൃദത്തിനിടയിൽ ഉണ്ടാവുന്ന ഒരു സിമ്പതി ഉണ്ടല്ലോ, അതൊന്നും ഇവർക്കില്ല. അല്ലാണ്ട് ഇവർക്ക് ഇതൊക്കെ ആസ് യൂഷ്വൽ പണി കിട്ടിക്കോട്ടെ, സൗഹൃദമാകാം, അതൊരു വോട്ടിനായിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാണിത് അവിയൽ പോലെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നെവിൻ്റെ ക്യാരക്ടർ, അത് അനീഷ് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നെവിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ആ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നെവിൻ ഇങ്ങനെ ആയിരുന്നില്ല. നെവിൻ എന്തിനാണ് ചേഞ്ച് ആയതെന്നും എനിക്കറിയില്ല. നെവിൻ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് നെവിൻ്റെ കണ്ടകശിനി അപ്പോൾ ആരംഭിച്ചു വേണം പറയാനായിട്ട്. കാരണം ഒന്നെങ്കിൽ നെവിന് പുറത്ത് എന്തോ സപ്പോർട്ട് ഉണ്ടെന്നും താനിപ്പോഴും എവിക്റ്റ് ആവില്ല എന്നൊരു തോന്നൽ നെവിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ തോന്നൽ അസ്ഥാനത്തായിപ്പോയി എന്ന് മാത്രം. ഇനി നെവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നെവിൻ പറയുന്നത് എന്തുകൊണ്ട് അനുമോളെ ടാർഗറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞിരുന്നത് അനുമോളുടെ സംസാര രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അനുമോളുടെ സംസാര രീതി ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല.
ഓക്കെ, ഞാൻ നേരത്തെ അനുമോളുടെ ഗെയിം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു, അത് ശരി. പക്ഷെ അനുമോൾ ഇത്രനാളും ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരുന്ന പ്രവർത്തികളും സംസാര രീതികളും ഒരിക്കലും ഒരു കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, ഒരു കുലസ്ത്രീ തന്നെയാണ്. കുലസ്ത്രീ പ്രോ എന്ന് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, അനുമോൾ ഒരു കുലസ്ത്രീ തന്നെയാണ്. അങ്ങനെയാണ് അനുമോളുടെ കോണ്ടന്റ് ഇവിടെ പുറത്ത് പോകുന്നത്. അതായത് ഒരിക്കലും സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികെട്ട കോണ്ടന്റ് അനുമോളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അനുമോൾ അങ്ങനെയാണ്, അനുമോൾ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. അനുമോൾ ആർക്കൊന്നും പറയാൻ പാടില്ല. അനുമോൾ ആരും, നിങ്ങൾ ബിഗ് ബോസ് സീസൺ 7 അനുമോളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അനുമോൾ വാവിട്ട മറ്റേ ഒച്ച വെച്ച് അനുമോളെ പറ്റി മറ്റേ പൊക്കമില്ല എന്ന് ജിസയിൽ പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് മറ്റേ വലിയ ആക്ടറൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊക്കെ അനുമോളോടെ കിടന്ന് അല്ലറി വിളിച്ച് കരയുകയും ഫോട്ടോ കത്തിച്ചപ്പോഴത്തേക്കും കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്ത അനുമോളുണ്ട്. അനുമോൾക്ക് ആരെ എന്തും പറയാം, അനുമോളൊന്നും പറയരുത് എന്നുള്ള രീതിയാണ് അനുമോൾക്കുള്ളത്. അനുമോൾക്ക് അപ്പൂപ്പന് വിളിക്കാം, മുമ്മക്ക് വിളിക്കാം, മറ്റേ വയറാന്ന് വിളിക്കുക, എല്ലാം ചെയ്യാം. പക്ഷെ അനുമോളൊന്നും പറയാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ അനുമോൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നെവിൻ പറഞ്ഞ പോയിന്റാണ്. പക്ഷേ നെവിൻ ഈ സമയത്ത് അനുമോൾ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്ക് അനുമോൾ നെവിൻ അങ്ങോട്ട് അധികം ഒന്നും ചെയ്യില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കും. പക്ഷേ നെവിൻ അതിന്റെ 10 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് പറയും. അപ്പോൾ നെവിൻ പറഞ്ഞത് മാത്രമേ ചർച്ചയാവുള്ളൂ. അപ്പോൾ അത് അനുമോളുടെ ഭാഗത്ത് ന്യായമായിട്ട് മാറുകയും ചെയ്യും. അനുമോൾ ഇപ്പോൾ കറക്റ്റ് മീറ്റർ മനസ്സിലാക്കിയാണ് നെവിൻ്റെ അടുത്ത് ഈ ആഴ്ച മൊത്തം കളിച്ചത്. നെവിൻ പറഞ്ഞ പോയിന്റ്സിന് പോലും അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടായി പോകും. ഇനി നെവിൻ്റെ കാര്യത്തിൽ ഫുഡിൽ നെവിൻ ഭയങ്കര സ്വാർത്ഥനാണെന്ന് ഇവിടെ നൂറയും അനീഷും പറയുന്നുണ്ട്. പക്ക പോയിന്റാണ്. കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 3 ക്യാപ്റ്റന്മാരായി. ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി എടുത്തത് മണ്ടത്തരമായി പോയില്ലേ, ആ ക്യാപ്റ്റൻസി കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആണെന്ന് ലാലേട്ടൻ തന്നെ ഇന്ന് പറഞ്ഞു, ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അത് അവർ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ്. പ്രത്യേകിച്ച് അക്ബറും ആര്യനും നെവിൻ്റെ അണ്ടറിൽ മാത്രമായി പോയി ക്യാപ്റ്റൻസിയിൽ. അവിടെ അക്ബറിനും ആര്യനും വലിയ സ്പേസ് പോലും കിട്ടിയില്ല. കംപ്ലീറ്റ്ലി നെവിനാണ് എല്ലാം റൂൾ ചെയ്തിരുന്നത്. നെവിൻ അവിടെ നിർദ്ദേശിക്കും, കാര്യങ്ങൾ പറയും, ഉത്തരവിടും. ഇവർ 2 ക്യാപ്റ്റന്മാരെന്ന് പറയുന്ന ബാക്കിയുള്ള ആൾക്കാർ അതനുസരിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവർ 2 പേർക്കും വോയിസ് ഇല്ലാണ്ടായിപ്പോയി. ഇവർ ഏറ്റവും വലിയ കാണിച്ച മണ്ടത്തരമാണ് കിച്ചൺ ഡ്യൂട്ടി എടുക്കുക എന്ന് പറയുന്നത്. കാരണം ബിഗ് ബോസിനെ സംബന്ധിച്ചോളം അവിടെ ഏറ്റവും ടാസ്ക് ഉള്ളൊരു കാര്യം കിച്ചൺ ഡ്യൂട്ടിയാണ്. ഭയങ്കര പാടാണ് കിച്ചൺ ഡ്യൂട്ടി ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും. കാരണം ഒത്തിരി സമയം പോകും, വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പ്രത്യേകിച്ച് ഇവർക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഫിനാലൊക്കെ ഈ വീക്കിൽ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കുമോ? ഇനി അക്ബറൊക്കെ പറയുന്ന പോലെ ഞങ്ങളത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ടാസ്ക് കാണുന്നപ്പോഴത്തേക്ക് എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു, അപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താമസമാണ് ലാലേട്ടാ. അതൊരു പോയിന്റ് അല്ല അക്ബർ. ബിക്കോസ് നിങ്ങളാണ് കിച്ചൺ ടീം. അപ്പം നിങ്ങൾ സ്വയമേ ആയതാണ്. ഞങ്ങൾ കിച്ചൺ ആണെന്ന് പറഞ്ഞ് ഇവർ സ്വയമേ ആയതാണ്. സ്വയമേ ആയത് മാത്രമല്ല, കുറേ റൂൾസ് അവിടെ കൊണ്ടുവരികയും ചെയ്തു. കിച്ചൺ ടീമിൽ നിങ്ങൾ കയറാൻ പാടില്ല, ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഞങ്ങളാണ് എല്ലാ സർവാധികാരികൾ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഹൗസ് മേറ്റ്സ് അവരുടെ എതിർപ്പ് ഉണ്ടാവും. ആ 3 പേര് എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ടാസ്ക് ചെയ്തില്ലെന്നുള്ളത് അവിടുത്തെ വിഷയമല്ല. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻസും കിച്ചൺ ടീമും എല്ലാം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചില്ല, നിങ്ങളത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഇവന്മാർ 3 പേരും കൂടെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തതാണ്. അത് വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ബുദ്ധിമുണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഉണ്ട്, എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടാവും, രാത്രിയൊക്കെ ടാസ്ക് ഉണ്ടാകുന്ന ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർ 3 പേരും ക്യാപ്റ്റന്മാരായിട്ട് നിന്നിട്ട് ഇവർ വല്ല ഫ്ലോർ ക്ലീനിങ്ങോ ബാത്റൂം ക്ലീനിങ് ഒക്കെ ആണെങ്കിലും ഇടയ്ക്ക് ചെറിയ പണി മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പണി ഇടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, അവരെ തളർത്തുകയും ചെയ്യുമായിരുന്നു, അവരുടെ ടൈമും കളയായിരുന്നു, ആകെപ്പാട് കുളവാക്കുകയും ചെയ്യായിരുന്നു. ഇവരതല്ല ചെയ്തത്. ഇവർ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. അത് ഭയങ്കര മണ്ടത്തരമായി പോയി. അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടി ഏറ്റെടുത്തതാണ് ഈ 3 ക്യാപ്റ്റന്മാർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അനീഷ് ആണെങ്കിൽ തന്നെയും നെവിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. ഇവർ 3 പേരും ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് തിന്നുന്നുണ്ടായിരുന്നു. വേറെ ആൾക്കാരും തിന്നുന്നുണ്ട്. ഇപ്പം അനുമോളും ആദിലും നൂറയൊക്കെ ഫുഡ് കട്ട് തിന്നുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഫുഡ് കട്ട് തിന്നാത്ത അപ്പോഴും അനീഷ് മാത്രമേ ഉള്ളൂ. അനീഷ് അതിൻ്റെ ഭാഗമല്ല. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഫുഡ് കട്ട് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അക്ബറും ആര്യനും അനീഷും നെവിനും ഇവർ ക്യാപ്റ്റന്മാരായിരിക്കെ ഈ ഫുഡ് കട്ട് തിന്നുമ്പോഴത്തേക്കും അത് ജനങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൗസ് മേറ്റ്സിന് ഇവരോട് ഒരു അകൽച്ച ഉണ്ടാവുന്നു, ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. ഇവർക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവരിപ്പോഴും ബോധമില്ലാണ്ടാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ആര്യന് ഒരു ചെറിയ ഡൗട്ട് അടിച്ചു, നെവിൻ ഇങ്ങനെ ഫുഡ് ആയിട്ട് വന്നപ്പോഴത്തേക്കും കഴിക്കണോ വേണ്ടേ, ഈ സാധനം പുറത്തു പോകുമല്ലോ. ഓക്കെ, ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്കല്ലേ ഈ സാധനം എത്തുന്നേ. അത് പ്രേക്ഷകർക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. അത് നെവിൻ ഓരോന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവരതനുസരിച്ച് തുള്ളാൻ പോയതാണ് ഇത്രയും പ്രോബ്ലം ആയി പോയത്. പിന്നീട് ഷാനവാസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഷാനവാസിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാര്യം അവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഓക്കെ, അയാൾ തളർന്ന് വീഴുമ്പോഴത്തേക്കും അത് ഡ്രാമയാണെന്ന് പറയുമ്പോഴത്തേക്കും
ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു വഴക്കിനിടെ തളർന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡ്രാമയാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നും അയാൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നും ആര്യനറിയാം, അക്ബറിനറിയാം, നെവിനറിയാം. ആ സമയത്ത് ഡ്രാമയാണെന്ന് വിളിച്ച് പറയുകയും മാറിയിരുന്ന് ചിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങളെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു കയറി ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കും. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ശരിയായിരിക്കാം. ഇപ്പോൾ സാബുമ്മൻ പറഞ്ഞിരുന്നു ലാലേട്ട് ഇവർ മനഃപൂർവ്വം ഷാനവാസിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകണമെന്ന് പറഞ്ഞൊന്നും ചെയ്യില്ല. കാരണം അക്ബർ പറഞ്ഞൊരു പോയിന്റ് കൂടെ അതിൻ്റെ അടുത്ത് കൂട്ടിച്ചേർക്കാം. അതായത് ഷാനവാസിനെ നെവിൻ നെഞ്ചത്ത് പിടിച്ച് പക്കയായിട്ട് തള്ളിയൊന്നുമില്ല. ഷാനവാസ് ആരിനെ പിടിച്ച് നെഞ്ച് ശക്തമായിട്ട് തള്ളിയിട്ടുണ്ട്. അങ്ങനെയും ചെയ്തിട്ടില്ല. ഒരു ഫെദർ ടച്ച് പോലെ ആ പാലിൻ്റെ ഇതുകൊണ്ടൊന്ന് വിഷയം ചെയ്തു. പക്ഷേ ഷാനവാസിന് ഓൾറെഡി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ ആ ദിവസങ്ങളിൽ അയാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കാം. പെട്ടെന്നായിരിക്കും അയാൾക്കൊരു പാനിക് അറ്റാക്ക് പോലെ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർ മാറിയിരുന്ന് ചിരിക്കുമ്പോഴത്തേക്കും നിങ്ങളോടുള്ള വെറുപ്പ് പ്രേക്ഷകർക്ക് കൂടത്തേ ഉള്ളൂ. അതന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ആദിൽ അനുമോളും അവരൊക്കെ എന്താ ചെയ്ത് അവർ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഷാനവാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പോഴും ഞാൻ പറയാണ്, പ്രൊട്ടക്ട് ചെയ്തപ്പോഴത്തേക്കും കൺഫെഷൻ റൂമിലേക്കോ മെഡിക്കൽ റൂമിലേക്കോ കൊണ്ടുപോയി ആളെ ഓക്കെ ആക്കാൻ നോക്കില്ലല്ലോ ആരും തന്നെ. അവിടെയും കോണ്ടന്റ് മേക്ക് ചെയ്ത് അപ്പോഴും ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ ക്യാപ്റ്റന്മാരെ ഇത് പറഞ്ഞ് എങ്ങനെ മോശക്കാരാക്കാം. ഷാനവാസിന് എന്തോ സംഭവിച്ചോട്ടെ, പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് മോശമാകണം. ഈ സിറ്റുവേഷൻ കൊണ്ട് അക്ബറിനും ആര്യനും നെവിനും ഒരു മോശം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അപ്പോൾ അവർ ആദ്യം ചിന്തിച്ച കാര്യം. അല്ലാണ്ട് ഷാനവാസിനോടുള്ള സ്നേഹമൊന്നും ആ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലാലേട്ടൻ തന്നെ ചോദിച്ചത് നിങ്ങൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അയാളെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ളത്. അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നെവിൻ എന്തായാലും പണി കിട്ടും. നെവിന് 100% പണി കിട്ടും. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് തന്നെ നെവിൻ നോമിനേഷനിൽ പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ലാലേട്ടൻ അപ്പം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് ഊഹിക്കാം. ഒന്നെങ്കിൽ എന്തായാലും ഇനി ഡയറക്റ്റ് നോമിനേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, കാരണം തീരാറായി. അപ്പോൾ ഡയറക്റ്റ് നോമിനേഷൻ എന്തായാലും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ പണപ്പെട്ടിക്കകത്ത് എന്തെങ്കിലും പണി കിട്ടും നെവിന്. അല്ലാന്നുണ്ടെങ്കിൽ നെവിന് ഇനിയിപ്പോൾ വേറെ സ്ട്രൈക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നോമിനേഷന് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി പണപ്പെട്ടിയിലാണ് പണി കൊടുക്കാനായിട്ടുള്ളത്. നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ലെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ ആഫീസ് കൂട്ടിപ്പോകും. കാരണം നെവിന് ഓൾറെഡി പണപ്പെട്ടി എടുക്കണമെന്നൊരു മൈൻഡുള്ള ആളാണ്. മിക്കവാറും പണി എന്താണെന്ന് നാളത്തെ എവിക്ഷൻ സമയത്ത് അറിയാൻ വേണ്ടി പറ്റും. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിനിടയ്ക്ക് അനുമോളുടെ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അനുമോൾ ഇത് അക്ബറാണ് എല്ലാത്തിനും തെറ്റുകാരനെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ ഈ വെള്ളം ഒഴിച്ചതിൻ്റെ പേരിലൊക്കെ ഓക്കെ, അത് നെവിൻ ഇഷ്യൂ ഉണ്ടാക്കിയതൊക്കെ അവരുടെ ഫൈൻ. അക്ബർ വെസൽ കഴുകാൻ പറഞ്ഞതിൻ്റെ പേരിൽ അക്ബർ കണിയാനൊന്നും അല്ലല്ലോ ഷാനവാസിന് ഇഷ്യൂ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് എന്നാൽ ഷാനവാസിന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നെഞ്ചവേന വരും, അതുകൊണ്ട് വെസലിൻ്റെ ടീം അനുമോളും ഷാനവാസുമാണ്, അതുകൊണ്ട് അവരുടെ ബഹളം ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഇത് ബിഗ് ബോസ് അല്ലേ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാം. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ വെസലിൻ്റെ പേരിൽ അക്ബർ അത്രയും വഴക്കുണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വഴക്കുണ്ടാക്കിയത് കണ്ടതിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അത് ഇത്രയേ പൊടിയുള്ളെങ്കിൽ അതങ്ങ് തൂത്ത് കളഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ പ്രശ്നം തീർന്നേനെ. ഇവർ കഴുകിയിട്ടേ ചെയ്യുള്ളൂ. ബിക്കോസ് ഇവർ ഫുഡ് കൊടുത്തിട്ടില്ല. ആ പോയിന്റ് ഇവിടെ കൂട്ടിച്ചേർക്കണം. അക്ബറും ടീമും കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തിട്ട് അന്ന് അവർ ഫുഡ് അതിൻ്റെ തലേദിവസം ഒരു രാത്രി ഫുഡ് മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാത്ത ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പാത്രം കഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും മനുമോളൊന്നും അത് ചെയ്യില്ല. അത് ക്യാപ്റ്റന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് അക്ബറിന്റെ തലയിലോട് അനുമോൾ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് അനുമോൾ നൈസായിട്ട് വളച്ചൊടിച്ചാണ്, അല്ലെന്ന് ഞാൻ പറയില്ല. അത് നൈസായിട്ട് അനുമോൾ അങ്ങനെ വളച്ചൊടിച്ച് അക്ബറിന്റെ തലയിലേക്ക് ആക്കുന്നുണ്ട്. അക്ബർ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുമുണ്ട്. അതിനകത്ത് അക്ബർ കാരണമാണ് ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായതെന്നൊന്നും അത് ശരിയായിട്ടുള്ള ടേം അല്ല. കാരണം അക്ബറിന് അറിയാവോ ഷാനവാസ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നെഞ്ചുവേദന വരും എന്നുള്ളത്? ഇനി അങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മറ്റേ എന്താ പറയണ്ടേ വെസൽ കഴുകണ്ട എന്ന് തീരുമാനിക്കാനും പറ്റുമോ? ബിഗ് ബോസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വഴക്കുണ്ടാക്കുന്നത്. അത് അനുമോളുടെ കിടിലൻ ഒരു വളച്ചൊടിക്കലാണ്. അതെന്തായാലും കൊള്ളാം. മറ്റേ വളച്ചൊടിച്ച് കറക്റ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അക്ബറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ചെയ്തത് നൈസായിട്ടുണ്ട്. ഇനി നെവിൻ്റെ കാര്യത്തിൽ, നെവിൻ ആ സമയത്ത് ഈ ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നൊരു പരിപാടിയുണ്ട്. അത് സത്യം പറയാമല്ലോ, അത് നമ്മളത് കണ്ടപ്പോഴത്തേക്ക് നെവിനോട് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിപ്പോയി. കാരണം അങ്ങനെ അത് നെവിൻ എന്തുദ്ദേശിച്ച് ചെയ്താലേ നെവിൻ ഇറങ്ങിപ്പോ ബിഗ് ബോസ് ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, ഷാനവാസിന് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിക്റ്റ് ആവാൻ സ്വയമേ തീരുമാനിച്ചിരിക്കുകയാണെന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ. ഇത് ബിഗ് ബോസ് ഇപ്പോൾ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട് പെട്ടിയും പാക്ക് ചെയ്ത് നല്ല ഡ്രസ്സ് വിട്ടിനോട് വന്നിരിക്കുക. അത് ഭയങ്കര ഷോ ഓഫ് ആയിപ്പോയി. അതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ
പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാബുമാൻ പറഞ്ഞൊരു പോയിന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാബുമാൻ അത് വാലിഡ് പോയിന്റ് ആണ്. കാരണം ഷാനവാസിന് ഒരു ഇഷ്യൂ ഉണ്ടാകണമെന്ന് 3 ക്യാപ്റ്റന്മാരായിട്ടുള്ള നെവിനും അക്ബറും ആരുടെയും ചിന്തിക്കില്ല. അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് ഒരു ഡ്രാമയാണെന്ന് പറഞ്ഞത് അവരുടെ വിവരക്കേട്, അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ ടിക്കറ്റ് ഫിനാലയുടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നൂറ, ഒബിയസ്ലി നൂറയുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം അത് പക്കയായിട്ട് നൂറ വിൻ ചെയ്തു എന്നുള്ളതിനകത്താണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അനീഷിന്റെ അനുമോളുടെയും ഒരു കോംബോ പരിപാടിയൊക്കെ അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അനീഷ് കോംബോ എനിക്കൊരു 30-40 ദിവസം ആയപ്പോഴേ തുടങ്ങിയിരുന്നെങ്കിൽ ഭയങ്കര ഹിറ്റായി പോയെന്ന് ആ സംഭവം. അത് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആൾക്കാർ അത് ആഘോഷിച്ചേനെ, അനീഷ് കോംബോ വന്നിരുന്നെങ്കിൽ. പക്ഷെ അത് വന്നില്ല സാധനം. ഇനി വന്നിട്ട് വലിയ കാര്യമില്ല, അത് തീർന്നു. ഇനി ആ പരിപാടിയെ കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 ആഴ്ചയുണ്ട്. ആ 2 ആഴ്ചക്കുള്ളിൽ ആ സാധനം വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനും ഇല്ല. അതങ്ങ് തീർന്നു, ആ പരിപാടിയൊക്കെ തീർന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും ആര്യൻ പോയിട്ട് സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് നെവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എടാ നെവിനെ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല, ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. തൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് ആര്യൻ്റെ. അത് ഞാൻ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആര്യൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റി നല്ല രസമാണ്. എനിവേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഷാനവാസ് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുള്ളി വരട്ടെ. പുള്ളി എന്തായാലും ടോപ്പ് 5 ഉണ്ടാവേണ്ട ഒരാളാണ്. എന്തായാലും വന്നിട്ട് നമുക്ക് ബാക്കി കാണാം.